അപ്പോൾ നമ്മൾ ഇന്ന് അദ്കിയാണ് എടുക്കുന്നത് കേട്ടോ. അദ്കയിൽ വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ 7 ബൈത്തുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമ്മൾ എന്താണ് തഖ്വ, എന്താണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം, എന്താണ് ശരീഅത്ത്, അതുപോലെ തന്നെ എന്താണ് ത്വരീഖത്ത് എന്നും പറഞ്ഞു. ശരീഅത്തും ത്വരീഖത്തും പറഞ്ഞു. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അല്ല ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അത് തന്നെയാണ് തഖ്വയും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും അതുപോലെ തന്നെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ നമ്മൾ ശിരസാവഹിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ്. അതേസമയം ത്വരീഖത്ത് എന്ന് പറയുമ്പം അഹവത്തായിട്ട് ജീവിക്കുക, കുറച്ചുകൂടെ സൂക്ഷ്മമായി, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങൾ പോലും നമ്മൾ ഒഴിവാക്കുക എന്നതാണ് ഒരാൾ ത്വരീഖത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്നും നമ്മൾ പറഞ്ഞു. ഇനി അതിൽ പറയാൻ ബാക്കിയുള്ളത് ഹഖീഖത്താണ്. നമ്മൾ ശരീഅത്തും പറഞ്ഞു, ത്വരീഖത്തും പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞു. ഇനി എന്താണ് ഹഖീഖത്ത് എന്നതാണ്. ഹഖീഖത്ത് എന്ത് സത്യം പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, ലാസ്റ്റ് പോയിന്റാണ്. മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്ന് പറയുന്നുണ്ട്. ഒരാൾക്ക് അവനവൻ്റെ ശരീരത്തെ മനസ്സിലായാൽ അവനവൻ്റെ റബ്ബിനെയും മനസ്സിലാവുന്നതാണ്, അല്ലെങ്കിൽ അറിയുന്നതാണ്. എന്താണ് ഈ അറിവ് എന്ന് പറഞ്ഞാൽ, ഈ അറിവ് യഥാർത്ഥത്തിൽ അടിമ എന്ന നമ്മൾ അടിമയാണ് എന്ന ബോധത്തിൻ്റെ അവസാനമാണ്, അങ്ങേ അറ്റമാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നത് അടിമ എന്ന നിലക്കാണ്. നമ്മൾ നിസ്കരിക്കുന്നത് സ്വർഗം ലഭിക്കാനല്ല. നമ്മൾ കള്ള് കുടിക്കാത്തത് അള്ളാഹു അടിമ എന്ന നിലക്കാണ്, അല്ലെങ്കിൽ നരകത്തെ പേടിച്ചിട്ടല്ല. ആ നിലക്ക് അള്ളാഹു എന്ന ഒരു ഉദ്ദേശം, അള്ളാഹു എന്ന ഒരു ബിന്ദു മാത്രമായി നമ്മളുടെ മുഴുവൻ ചലനങ്ങളും ഒതുങ്ങുന്ന മുഴുവൻ നമ്മുടെ ജീവിതം മുഴുക്കയും അള്ളാഹു എന്ന ഒരു വിചാരത്തിൽ എത്തുന്ന ഒരവസ്ഥക്കാണ് ശരിക്കും ഹഖീഖത്ത് എന്ന് പറയുന്നത്. ഹഖീഖത്താണ് ഏറ്റവും അവസാനം. അപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്നതൊന്നും അവർക്ക് ഒന്നുമേ അല്ല. ഇവിടുത്തെ ജീവിതങ്ങളും ഇവിടുത്തെ നഷ്ടങ്ങളും പരാജയങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒട്ടും അവരെ ബാധിക്കുകയില്ല. ഒരു തുരുമ്പ് പോലും അതിൽ അവർ ഖേദിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം 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 ആരാണ് റബ്ബേ, മമ്പുറത്ത് തങ്ങളെ കുറിച്ചാണ് അല്ലേ, മമ്പുറത്ത് തങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഏതോ ഒരു ഇമാമും സമാനമായ സംഭവമുണ്ട്, ഈ പേര് ഓർമ്മ വരാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും മമ്പുറത്ത് തങ്ങളെ കുറിച്ച്, ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഒരു ചരിത്രം പറയാറുണ്ട്. നല്ല ഇടിയും മഴയും ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ കപ്പലിന് വഴി കാണിക്കാൻ വേണ്ടി പഴയ കാലത്ത് തീ കത്തിച്ച് കര കാണിച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു ഉണ്ടായത്. ഇപ്പോഴല്ലേ ലൈറ്റ് ഹൗസ് ഒക്കെ വന്നത്. പണ്ടത്തെ ലൈറ്റ് ഹൗസ് തീപ്പന്തം കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തീപ്പന്തം പിന്നെ കാണിക്കുന്നതിനിടയിൽ ഒരുപാട് കപ്പലുകൾ, വലിയ ഒരു കപ്പലൊക്കെ മുങ്ങുന്നത് പോലെ കണ്ടു. അപ്പോൾ ഈ കണ്ടയാൾ വളരെ വേഗം മമ്പുറത്ത് തങ്ങളെടുത്ത് പോയിട്ട് പറഞ്ഞു, നമ്മുടെ കപ്പൽ മുങ്ങിയിട്ടുണ്ട്, അതിൽ ചരക്കുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മമ്പുറത്ത് തങ്ങൾ ഒന്നും തിരിച്ചു പറഞ്ഞില്ല, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അയാൾ വന്നു. എന്നിട്ട് പറഞ്ഞു, മുങ്ങിയത്
നമ്മുടെ കപ്പലല്ല എന്ന് പറഞ്ഞു. ഇത് മുങ്ങിയതാണ് എന്നും ഉണ്ട്, അല്ല കത്തി നശിച്ചതാണ് അങ്ങനെയും ഉണ്ട് കേട്ടോ. കപ്പലൊക്കെ കത്തി നശിച്ചു, പിന്നെ പോയി നോക്കുമ്പോൾ കത്തി നശിച്ച കപ്പൽ നമ്മളതല്ല, അങ്ങനെയും കേട്ടിട്ടുണ്ട്. ഏതായാലും അപ്പോഴും മമ്പറത്ത് തങ്ങൾ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഈ ചരിത്രം ഇത് മാറിപ്പോയിട്ട്, ഇത് മമ്പറത്ത് തങ്ങളല്ല, ഇത് ഒരു ഇമാം തന്നെയാണ്. മമ്പറത്ത് തങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം അങ്ങനെയല്ല. മമ്പറത്ത് തങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രം, കപ്പല് എവിടെയോ ദിശ കാണാതെ കുടുങ്ങിക്കിടക്കുമ്പം മമ്പറത്ത് തങ്ങള് കറാമത്ത് കൊണ്ട് അത് മനസ്സിലാക്കുകയും വലിയ ചൂട്ടുമായി അവിടെ എന്താ പറയുക, പുഴയുള്ള ഭാഗത്തേക്ക്, കടലിൻ്റെ ഭാഗത്തേക്ക് പിന്നെ ചൂട്ടുമായി പോവാൻ പറയുകയും ചെയ്യുന്ന സംഭവമാണ്. അത് വഴി കാണിച്ചു കൊടുക്കുന്ന സംഭവമാണ്. ഇത് ഇമാം തന്നെയാണ്, മാറിപ്പോയി. അപ്പം ആ ഇമാമ് വീണ്ടും അങ്ങനെ തന്നെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പം ശിഷ്യന്മാരൊക്കെ ചോദിച്ചു. ശിഷ്യന്മാർ ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ രണ്ടും കാണുന്നുണ്ട്. ആദ്യം കപ്പലൊക്കെ കത്തി നശിച്ചു എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ തന്നെ പിന്നെയും പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു, എന്താ ഇപ്പം ഇങ്ങനെ? നിങ്ങൾ നേരത്തെയും വന്നപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു, ഇപ്പോൾ കത്തി നശിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ ഒരു സിർറ്? എന്താണ് ഇതിൻ്റെ അകത്തുള്ള രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കപ്പലെല്ലാം കത്തി നശിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ഞാനൊന്ന് നോക്കി. പ്രത്യേകിച്ച് എനിക്ക് എന്തെങ്കിലും സങ്കടം, എനിക്കൊരു ദുഃഖം എന്നെ അലട്ടിയിട്ടുണ്ടോ, എനിക്കൊരു സങ്കടം എവിടെങ്കിലും വന്നുപോയോ എന്ന് ഞാൻ നോക്കി. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. കപ്പലും അതിലുള്ള ചരക്കുകളൊക്കെ കത്തി നശിച്ചു എന്ന് പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. നമ്മളാണെങ്കിൽ നമ്മളെന്താവും, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ടാവും. നമ്മളെ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിൽ നമ്മളെ ഷോപ്പ് കത്തി നശിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ ബോധം പോകും അല്ലേ? എത്ര രൂപയുടെ സമ്പത്താണ്, എൻ്റെ എത്ര വർഷത്തെ അധ്വാനമാണെന്നൊക്കെ ആലോചിച്ച് നമ്മൾ പിന്നെ ആ പായാരം നമ്മളെന്താവും, മരണകാലം വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതേ സമയം ഒരു നിമിഷം പോലും ഈ നഷ്ടപ്പെട്ടതിൻ്റെ അതിൻ്റെ വേദന ഇമാം അവറുകൾ പറഞ്ഞിട്ടില്ലായിരുന്നു. തൊട്ടടുത്ത സംഭവം, അപ്പം അതൊക്കെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അൽഹംദുലില്ലാ പറഞ്ഞത്? സന്തോഷം കൊണ്ടാണോ? അല്ല. കിട്ടി എന്ന് പറഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം കിട്ടിയല്ലോ എന്ന ഒരു സന്തോഷം എൻ്റെ മനസ്സിൽ ഉണ്ടോ എന്ന് ഞാൻ നോക്കി. അപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് സന്തോഷമൊന്നും തോന്നിയില്ല. അതിനാണ് ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞത് എന്ന് ഇമാം അവർകൾ പ്രതികരിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും ഹഖീഖത്തിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ദുനിയാവിൻ്റെ ആഡംബരങ്ങളും ഇവിടുത്തെ ജയപരാജയങ്ങളും അവരെ തീരെ ബാധിക്കുകയില്ല. അവരെ ആരാക്ഷേപിച്ചാലും ആ ആക്ഷേപങ്ങൾക്ക് അവർ പുല്ലുവില കൊടുക്കൂല. ആ മൂലയിൽ അങ്ങനെ പറഞ്ഞു, അയാൾ 6-ാം നൂറ്റാണ്ടുകാരനാണ്, അയാൾക്ക് ലോകം തിരിയൂല, സൂബാ ഡാൻസ് കളിക്കണ്ടെന്ന് പറഞ്ഞവർക്ക് ലോകം തിരിയൂല, പെണ്ണുങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാനുള്ള കാലല്ലേ ഇത്, ഇവരെങ്ങനെ പുതപ്പിട്ട് മൂടി ചാക്കിൻ്റെ ഉള്ളിൽ കെട്ടി മൃതശരീരമായി കൊണ്ടു നടക്കുന്ന ഒരു 6-ാം നൂറ്റാണ്ടുകാരായി മുസ്ലിമീങ്ങളെയും അവിടുത്തെ ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയൊക്കെ ട്രോളുന്ന ആളുകളോട് ഈ ആലിമീങ്ങൾക്ക് ഒന്നും പറയാനുണ്ടാവില്ല. അവരോട് ദേഷ്യവും ഉണ്ടാവില്ല. അവരെ ഗൗനിക്കുക പോലുമില്ല, അവരെ കൺസിഡർ ചെയ്യൂല, അവരെ പരിഗണിക്കൂല. കാരണം എന്താ? അവരെ പരിഗണിക്കുന്ന ഒരവസ്ഥയിലല്ല ശരിക്കും ഇവരുള്ളത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആക്ഷേപങ്ങൾ, ഇവിടുത്തെ വാഗ്വാദങ്ങൾ, ഇവിടുത്തെ സംഘട്ടനങ്ങൾ, ഇവിടുത്തെ ഈ കുലുമാലുകൾ, പ്രശ്നങ്ങൾ, ഇവിടുത്തെ ഈ പ്രതിബന്ധങ്ങളൊന്നും ഇവരെ ഒരിക്കലും നയാ പൈസക്ക് പോലും ബാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ശരിക്കും ഒരാൾ ഹഖീഖത്തിൽ എത്തുന്നത്. അപ്പോൾ ഹഖീഖത്തിൽ എത്തുക എന്ന് പറയുന്നത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല, അത്രയും എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലവും അല്ല. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഹഖീഖത്ത് എന്ന് പറയുന്നത് ദുനിയാവിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സാധ്യമാവാത്ത ഒരു കാര്യമാണ് ഹഖീഖത്ത്. ഈ ദുനിയാവിൽ നമ്മളൊക്കെ ശരിക്കും ജീവിക്കുന്നത്
അല്ലേ? നമ്മൾ ഇന്ന് പണിക്ക് പോയിട്ടുള്ളത് നമ്മുടെ ഏതാണ് നമ്മുടെ ഫാമിലിയെ അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങളുടെ പട്ടിക പൂർത്തിയാക്കാനാണ്. നാളെയും അങ്ങനെ തന്നെയാണ്, മറ്റന്നാളും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നിസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്ര നമ്മൾ മാറ്റിവെക്കും, എത്ര നമ്മൾക്ക് മാറ്റിവെക്കാൻ കഴിയും, അല്ലേ? അപ്പോൾ അതിനൊരു അളവുണ്ടാവും. ആ അളവ് മെല്ലെ മെല്ലെ കൂടിക്കൂടി വരണം. അത് വരിക തന്നെ വേണം. അത് വരുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് നമ്മൾ ഉറക്കെ പറയണം. നമ്മൾ മനസ്സിൽ സന്തോഷിക്കണം. കാരണം അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു തെറ്റിൽ നിന്നും മാറുന്നത്. അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ടാണ് എനിക്കിനിയും ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും ഞാൻ അങ്ങോട്ട് പോവാത്തത് എന്നതിൽ നമ്മൾ സന്തോഷിക്കണം. അതേസമയം നമുക്ക് അങ്ങനെ എത്ര സാധിച്ചാലും അതിനൊരു പരിധി ഉണ്ടാവും. ആ പരിധിക്കപ്പുറത്ത് നിന്നുകൊണ്ട് അള്ളാഹു എന്ന വിചാരം മാത്രം മനസ്സിൽ ഉണ്ടാവുന്ന ഒരാളെയാണ് ഹഖീഖത്തിന്റെ പദവിയിൽ എത്തിയയാൾ എന്ന് പറയുന്നത്. നോക്കാം അല്ലേ? അപ്പോ വഹഖീഖത്തുൻ ലവുസൂലുഹു ലിൽ മഖ്സിദി വമുശാഹദുൻ നൂറുത് തജല്ലി ബിൻജിലാ. മുഷാഹദുൻ മഷാഹദുൻ ആണ്, ഒരു താ കൂടുതലുണ്ട്, ഷാഹദുൻ എന്നേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഹഖീഖത്തുൻ, ഹഖീഖത്ത് എന്നത് ലവുസൂലുഹു ലിൽ മഖ്സിദി, അത് യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് എത്തിച്ചേരലാണ്. മഖ്സിദ് എന്ന് വെച്ചാൽ യഥാർത്ഥ ഉദ്ദേശം, ഉസൂൽ എന്ന് വെച്ചാൽ അതിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ യഥാർത്ഥ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ്, അല്ലെങ്കിൽ ആ പ്രയാണത്തിലെ അവസാന പോയിന്റ് ആയിട്ടുള്ള അവിടെ എത്തലാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. ഹഖീഖത്തുൻ ലവുസൂലുഹു ലിൽ മഖ്സിദി, നമ്മുടെ ഉദ്ദേശ സ്ഥാനത്തെത്തുക. ഏതാണ് നമ്മുടെ ഉദ്ദേശസ്ഥാനം? അള്ളാഹുവാണ് നമ്മുടെ ഉദ്ദേശസ്ഥാനം. അള്ളാഹുവിനെ പൂർണ്ണമായും അറിയലാണ്. അള്ളാഹുവിൻ്റെ ഉബൂദിയ്യത്തിനെ അംഗീകരിക്കുകയും അള്ളാഹു എന്ന വിചാരം മാത്രം കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജിൽ, ഒരു സ്ഥാനത്ത് നമ്മൾ എത്തുക എന്നതാണ് ഏതൊരു സൃഷ്ടിയുടെയും പരമലക്ഷ്യം എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിച്ചേരാൻ വളരെ കുറച്ച് ആളുകൾക്കേ സാധിക്കൂ. അതുപോലെ തന്നെ മുശാഹദുൻ നൂറുത് തജല്ലി ബിൻജില, അപ്പം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ഹഖീഖത്ത്. അതുപോലെ തന്നെ മുശാഹദുൻ നൂറുത് തജല്ലി, തജല്ലിയായ നൂർ, നൂറുത് തജല്ലി അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കാണുക, ബിൻജില വളരെ വ്യക്തമായി കാണുക. അപ്പൊ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കാണുക എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കാണാനുള്ള അവസരം കിട്ടുക എന്നതാണ്. അതോടൊപ്പം ആ ഒരു നൂറിനെ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുക എന്നതാണ്. അതാണ് നേരത്തെ നമ്മൾ രണ്ട് ചരിത്രങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമ്മൾ രണ്ട് ചരിത്രങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നേരം വൈകിയ ആളുകൾ ഈ റെക്കോർഡൊന്ന് കേൾക്കണം. പ്രധാനപ്പെട്ട രണ്ട് ചരിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹഖീഖത്ത് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, ഹഖീഖത്ത് എന്ന് പറയണത് അത് ഏതാണ്? ഹുവൽ വുസൂൽ ഇലാ മഅരിഫത്തില്ലാഹ് അല്ലത്തി ഹിയൽ മഖ്സൂദുൽ മുഹിമ്മു മിൻ ഹയാത്തിൽ ഇൻസാൻ. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള അള്ളാഹുവിൻ്റെ മഅരിഫത്ത് കിട്ടുക, അള്ളാഹുവിൻ്റെ മഅരിഫത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. ഹത്താ യഖ്ദുറ അൻ യുശാഹിദ ബിഖൽബിഹി നൂറത് തജല്ലി, അവനവൻ്റെ ഹൃദയം കൊണ്ട് നൂറുത് തജല്ലി, അള്ളാഹുവിൻ്റെ ആ വെളിച്ചത്തെ, നൂറിനെ അത് ആഗിരണം ചെയ്യാൻ, ആ പ്രകാശത്തെ ഉൾക്കൊള്ളാൻ അവന് സാധിക്കും. അല്ലേ? അൽ ഇൽമു നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, അറിവെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നൂറാണ്. അത് തെറ്റ് ചെയ്യുന്നയാൾക്ക്, അത് ദോഷം ചെയ്യുന്നയാൾക്ക് കിട്ടൂല എന്നാ. അപ്പം ഇൽമ് എന്ന് പറയുന്നത് ശരിക്കും അള്ളാഹുവിൻ്റെ നൂറാണ്. അതുകൊണ്ടാണ് ഇൽമ് പഠിക്കുന്ന നമ്മൾക്ക് അള്ളാഹുവിൻ്റെ മലായിക്കത്തിൻ്റെ സംരക്ഷണം ഉണ്ടെന്ന് വെറുതെ പറയല്ല, അത് ശരിക്കും ഉള്ളത് തന്നെയാണ്. നമ്മൾ മുത്തഅല്ലിമീങ്ങളാണ്, നമുക്ക് അള്ളാഹു അതിൻ്റെ ആ ഒരു പവർ എന്തായാലും തരും എന്ന് നമുക്കറിയാവുന്നതും ആണ്. ഏതായാലും വഹഖീഖത്തുൻ ലവുസൂലുഹു ലിൽ മഖ്സിദി വമുശാഹദുൻ നൂറുത് തജല്ലി ബിൻജില. അതില് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തജല്ലി ഹുവ മാ യൻകശിഫു ലിൽ ഖൽബി മിൻ അൻവാരിൽ ഗൈബ്. തജല്ലി എന്ന് പറയുന്നത്
അദൃശ്യമായ അള്ളാഹുവിൻ്റെ നൂറിനെ നമ്മുടെ നൂറിലേക്ക്, നമ്മുടെ കൽബിലേക്ക് ആഗിരണം ചെയ്യുക എന്നുള്ളതാണ് ഏത് തജല്ലി എന്ന് പറയുന്നത് എന്ന് ആണ് ഇമാം ഗസാലി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തജല്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും അള്ളാഹു ആണ്. അപ്പൊ അള്ളാഹുവിൻ്റെ നൂറ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക എന്നതാണ്. അപ്പൊ ഇമാം ഖുശൈരിയും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മളോട് അള്ളാഹു ഉബൂദിയത്ത് എന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ അടിമ എന്ന നിലക്ക് നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഹറാമുകൾ ചെയ്യാതിരിക്കാനും പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് റുബൂബിയത്ത് എന്ന അള്ളാഹു എൻ്റെ രക്ഷിതാവാണ് എന്ന ഒരു ബോധം, അപ്പൊ നമ്മുടെ കൽബ് കൊണ്ട് അള്ളാഹുവിനെ കാണാൻ കഴിയും എന്ന രീതിയിലേക്ക് ആവണം. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലൊക്കെ കാണാം, സ്വപ്നത്തിൽ അബൂ ഹനീഫ ഇമാം അള്ളാഹുവിൻ്റെ നൂറിനെ കണ്ടു എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ തരത്തിലേക്ക് ഒരാൾ എത്തലാണ്. അപ്പോൾ ഏതായാലും പിന്നെ അതാണ് ശരിക്കും ഹഖീഖത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വരി നോക്കൂ. മൻ റാമ ദുർറൻ ലിസ്സഫീനത്തി യർകബു വയഗൂസു ബഹറൻ സുമ്മ ദുർറൻ ഹസ്സലാ മൻ റാമ ദുർറൻ ലിസ്സഫീനത്തി യർകബു, ആരെങ്കിലും ലിസ്സഫീനത്തി യർകബു കപ്പലിൽ കയറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അങ്ങനല്ല, മൻറാമദുറൻ ആരെങ്കിലും മുത്തിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് കടലിൻ്റെ ആഴത്തിൻ്റെ അടിയിലുള്ള ഏറ്റവും ആഴിയിലുള്ള ആ മുത്തുച്ചിപ്പി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ലിസ്സഫീനത്തി യർകബു, നിങ്ങൾ കപ്പലിൽ കയറണം. കപ്പലിൽ കയറിയാൽ മാത്രം പോരാ, വയഗൂസു ബഹറൻ, കടലിൽ മുങ്ങണം, സുമ്മ ദുർറൻ ഹുസ്സല, എന്നാലേ നിങ്ങൾക്ക് ആ മുത്തിനെ കിട്ടൂ എന്നതുപോലെ വക്കദത്ത്വരീഖത്തു വൽഹഖീഖത്തു യാ അഖീ മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ ലൻ തഹ്സുല. ത്വരീഖത്തും ഹഖീഖത്തൊക്കെ ഈ കടല് പോലെയും കപ്പല് പോലെയും ആണ്. കപ്പലിൽ കയറി കടലിൽ മുങ്ങിയവനെ മുത്ത് കിട്ടൂ എന്നതുപോലെ ശരീഅത്തിൽ കയറി ത്വരീഖത്തിൽ എത്തിയവനെ ഹഖീഖത്തിൽ എന്താവുള്ളൂ, എത്തുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ 4 മൂതരും വലിയൊരു പുതപ്പും തലയിലിട്ടതുകൊണ്ട് ഹഖീഖത്തിൽ എത്തൂല. ഹഖീഖത്തിൽ എത്തണമെങ്കിൽ ശരീഅത്തിലൂടെ ജീവിച്ച് ത്വരീഖത്തിലൂടെ കടന്നുപോയി ഹഖീഖത്തിലൂടെ എത്താനേ പറ്റൂ. നേരിട്ട് ഒരാൾ എന്താവൂല, കടലിൻ്റെ ആഴിയിലേക്ക് എത്തൂല. കടലിന് ആഴിയിൽ എത്തണമെങ്കിൽ ആഴക്കടലിലേക്ക് നീന്തി പോകണം, അല്ലെങ്കിൽ കപ്പൽ കയറിയിട്ട് പോകണം. നീന്തി ഏതായാലും പോകാൻ കഴിയില്ല. നീന്തി അവിടെ എത്തുമ്പോൾ എന്താവും, തീരുമാനമായിട്ടുണ്ടാവും. ആഴക്കടലിൽ പോയ ആൾക്കാരുണ്ടോ ഇതില്? ആഴക്കടലിൽ പോയിണോ? ഇല്ലേ? അല്ലാഹുവേ, ആരുമില്ലേ? ആഴക്കടലിൽ പോയ ആരുമില്ലേ? സോലി പോയിണോ? ഹംസക്ക, ഷഹീൻ ഇല്ല. അപ്പോൾ പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. മീൻ പിടിക്കുന്ന കൂടെ ആരെങ്കിലും പോയിണോ? മീൻ പിടിക്കുന്ന ഏത് മീൻ? നമ്മളെ തോണിയല്ല, മീൻ പിടിക്കുന്ന ബോട്ടിൽ. തോണി പോയിണോ? എന്നാ അടക്കട്ടെ. തോണി പോയ ആൾക്കാരൊക്കെ ആരോ ഉണ്ടല്ലോ. ഇല്ല റബ്ബേ. മറ്റേ കഥ പറഞ്ഞാൽ നിങ്ങളെ ജീവിതത്തിന്റെ പകുതി പോയില്ലേ? ആ കഥ അറിയില്ലേ? നമ്മളെ തോണിക്കാരന്റെ കഥ. തോണിക്കാരന്റെ തോണിയിൽ 2 കുട്ടികൾ, കോളേജ് കുട്ടികൾ കയറും. അങ്ങനെ തോണി ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ തോണിക്കാരനോട് ചോദിക്കും, നിങ്ങൾക്ക് ബയോളജി അറിയായിരിക്കും. ഓക്കെ. ഏതായാലും തോണിക്കാരൻ്റെ ഒരു കഥ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് തോണിക്കാരന് ഇങ്ങനെ തോണി, പുതിയ 2 യാത്രക്കാർ വരും. ഒരാൾ ബയോളജിയും അതേപോലെ ഒരാൾ പിന്നെ സൈക്കോളജിയൊക്കെ എടുത്ത കുട്ടികളാണ്. അപ്പോൾ കുട്ടികളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഈ തോണി ഇങ്ങനെ എത്തി 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 കുറച്ചും കണ്ട് എത്തിയപ്പം കുട്ടികളെ പിന്നെ സംസാരമൊക്കെ മതിയാക്കി തോണിക്കാരനോട് ചോദിച്ചു, നിങ്ങൾക്ക് ബയോളജി അറിയാമെന്ന്. അപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ബയോളജി അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു കുട്ടി പറയും, ജീവിതത്തിൻ്റെ കാൽഭാഗം പോയി എന്ന് പറയും അല്ലേ, ജീവിതത്തിൻ്റെ കാൽഭാഗം പോയി. പിന്നെ കുറച്ചുകൂടെ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് സൈക്കോളജി അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ തോണിക്കാരൻ പറയും, എനിക്ക് സൈക്കോളജി അറിയില്ല, ഞാൻ കേട്ടിട്ടും കൂടി ഇല്ല അറിയും. അപ്പോൾ മറ്റേ കുട്ടി അറിയും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റേ പകുതിയും പോയി, അല്ലെങ്കിൽ അടുത്ത കാലും കൂടെ പോയി എന്ന് പറയും. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റും മഴയും ഇടിയും മിന്നലൊക്കെ വെട്ടുമ്പോൾ തോണിക്കാരൻ തിരിച്ചു ചോദിക്കും, നിങ്ങൾക്ക് നീന്തോളജി അറിയുമെന്ന്. രണ്ട് കുട്ടികളോടെ നിങ്ങൾക്ക് നീന്തോളജി അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടികൾ പറയും, നീന്തോളജി അറിയില്ല. അപ്പോൾ തോണിക്കാരൻ പറയും, നിങ്ങളെ ജീവിതത്തിൻ്റെ മൊത്തം പോയി, ഇതിൻ്റെ പകുതിയല്ലേ പോയിട്ടുള്ളൂ, നിങ്ങളുടെ ജീവിതം മൊത്തം എന്താവാണ്, പോവാൻ നിൽക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ ഏതായാലും മീനിൻ്റെ ബോട്ടിൽ സഞ്ചരിക്കാത്തവരൊക്കെ ഒന്ന് സഞ്ചരിക്കണം എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ കേട്ടോ. ഭയങ്കര ഒരു അനുഭവമാണത്. മീൻ പിടുത്തക്കാരുടെ ഒരു ജീവിതം നമുക്കറിയാലോ. അവരെ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മീൻ കിട്ടും, ചിലപ്പോൾ മീൻ കിട്ടും. ഇപ്പോൾ ഞാൻ രണ്ടു വട്ടം അങ്ങനെ പോയാണ്. ഒരു വട്ടം പോയപ്പം നല്ല മീൻ കിട്ടിയിരുന്നു. അന്ന് ഞാൻ മത്തി പറക്കുന്നൊക്കെ കണ്ട്. മത്തിയൊക്കെ എജ്ജാതി പറക്കലാന്നറിയോ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 500 മീറ്ററൊക്കെ എന്താവും മത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കും. അത്രയും ദൂരത്തേക്ക് ചിറകൊക്കെ വിടർത്തി പറക്കുകയാണ്, ശരിക്കും പറക്കുക. ജീവൻ മരണ പോരാട്ടല്ലേ ഇത് കഴിച്ചിലാൻ വേണ്ടിയിട്ടേ. അപ്പം അന്ന് നല്ല മത്തി കിട്ടിയാണ്. ഒരു 80,000 റുപ്യേൻ്റെ മീൻ ഒറ്റയടിക്ക് കിട്ടിയാണ്. അതേസമയം രണ്ടാമത് പോയപ്പം ആകെ അവർക്ക് വളരെ കുറച്ച്, അന്ന് മീൻ കാര്യമായിട്ട് കിട്ടിയതേ ഇല്ല. അപ്പോൾ അത് കുറച്ചും കൂടെ കുറേ പോവും. കടലിൻ്റെ ഈ തലക്കലൊന്നുമല്ല, കുറച്ച് അങ്ങോട്ട് പോവും. ഇവർ ആഴക്കടലൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുറേയൊക്കെ പോവും. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ കപ്പലിലും തോണിയിലൊക്കെ പോകണം. പിന്നെ നീന്തിയിട്ട് എങ്ങനെ എത്തുക എന്ന് പറഞ്ഞതുപോലെ, അതിലേക്കാണ് നമ്മൾ പോയിന്റ്. എന്ന് പറഞ്ഞതുപോലെ ശരീഅത്തും ത്വരീഖത്തും കൃത്യമായി അനുഷ്ഠിച്ച് നടക്കുന്ന ഒരാൾക്ക് ഹഖീഖത്തിലെത്താൻ സാധ്യമാവുള്ളൂ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പിന്നെ 4-5 മോതിരവും ഒരു ദിക്റിൻ്റെ മജ്‌ലിസും ഒക്കെ കണ്ട അയാൾ ഇനി ഹഖീഖത്താണ്, അയാൾക്ക് ഇനി നിസ്കാരമില്ല, അയാൾക്ക് നോമ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പോകണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് പള്ളിയിൽ ഒരാൾ അങ്ങനെ കുത്തിറക്കും, മൂപ്പര് നിസ്കരിക്കണമെന്നില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ എന്താ നിസ്കരിക്കാത്തതെന്ന്. മൂപ്പര് പറഞ്ഞു, നിൻ്റെ ജസദ് മദീനയിലുണ്ട്, അവിടെ ഉണ്ട്, പള്ളി നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങളെ ഒരു ജസദ് എവിടെ നിസ്കരിച്ചാലും വേണ്ടിയില്ല, ഉമറിന്റെ മുമ്പുള്ള ഈ ജസദ് എന്താണോ ഉമറിന്റെ പള്ളിയിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു നമുക്ക് കാണിച്ചു തന്ന മാതൃക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എല്ലാവരെയും വിമർശിക്കണം എന്നോ തല്ലണം എന്നോ കൊല്ലണം എന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതേസമയം നമ്മൾ എന്താവണ്ട, നമ്മൾ അവരെ പിന്നാലെ പോയിട്ട് കൂടേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഏതായാലും മൻറാമദുറൻ ലിസഫീനത്തി യർക്കബു, ആരെങ്കിലും സഫീനത്ത് ആരെങ്കിലും മുത്താഗ്രഹിക്കുന്നുവെങ്കിൽ ലിസഫീനത്തി യർക്കബു, കപ്പലിൽ കയറണം. അത് ഭയങ്കര ലോജിക്കലി ഫിറ്റ് ആയിട്ടുള്ള സാധനമല്ലേ. എന്നിട്ടോ വയഗൂസു ബഹറൻ, കടലിൽ മുങ്ങണം. അങ്ങനെ വരുമ്പോൾ സുമ്മദുറൻ ഹുസ്ല, പിന്നെയാണ് എന്ത് കിട്ടുക, കടലിന്റെ ആഴിയിൽ മുങ്ങി 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 മുത്ത് കിട്ടുക. കടലിന്റെ ആഴിയിൽ മുങ്ങി മുങ്ങിയാണ് മുത്ത് കിട്ടുക അല്ലേ. നമ്മൾ ആൽക്കെമിസ്റ്റ് വായിച്ചു, നിങ്ങൾ പൗലോ കൊയ്ലോന്റെ നല്ലൊരു അടിപൊളി കഥയാണ്, നോവലാണ് ആൽക്കെമിസ്റ്റ്. അപ്പം അതിൽ ഈ മുത്ത് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലൊരു കഥ പറയുന്നുണ്ട്. ആ കഥയുടെ ഭാഗമല്ല, എന്നാലൊരു നല്ല രസമുള്ള കഥയാണ്. അതായത് ഒരു ആള് മുത്തുച്ചിപ്പി എന്തായി അന്വേഷിച്ച് അയാളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ചെലവാക്കി നടുനീളെ നടക്കും. എല്ലാ കടലിൻ്റെയും അരികത്തെന്താവും പോവും. ഇത് കടലിൻ്റെ പിന്നെ എവിടെ ഉണ്ടാവുക, അരികത്തും അതുപോലെ തന്നെ കടലിൻ്റെ ആഴിയിലും ഉണ്ടാവുക. അപ്പോൾ കടലിൻ്റെ അരികത്ത് എങ്ങനെ എത്തണമെന്ന് വെച്ചാൽ ആരെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് എത്തിപ്പെടുന്ന സാധനങ്ങളാണ്. അങ്ങനെ ഈ എത്തിപ്പെടുന്ന സാധനം അന്വേഷിച്ച് 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 ഇയാൾ ലോകം മൊത്തം അന്വേഷിക്കും. അന്വേഷിച്ച് അവസാനം ഇനി ആകെ ഒരു കടലും കൂടെ ബാക്കിയുള്ളൂ. ആ കടലിലും അയാൾ അന്വേഷിക്കാൻ തുടങ്ങും. അങ്ങനെ മൊത്തം മരിച്ചു കിടക്കും. ഇയാളുടെ സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ടു പോകും. മുത്തന്വേഷിച്ച് ഇയാളുടെ ജീവിതം മൊത്തം കോഞ്ഞാട്ടയാവും. അവസാനം ദേഷ്യം പിടിച്ച് അയാളുടെ മുമ്പിൽ ഒരു കല്ലുണ്ടാവും. ആ കല്ലെടുത്ത് ദേഷ്യം പിടിച്ച് അയാൾ ആ കല്ലെടുത്ത് ഒറ്റ ഏറെറിയും. ആ ഏറെറിഞ്ഞ കല്ല് ഈ കടലിന്റെ നടുവിലുണ്ടാവില്ല, ചില പാറ ഇങ്ങനെ പൊന്തിക്കിടക്കുന്നത്, അതേപോലെ ഒരു പാറയിൽ വന്ന് ഇടിക്കും. ആ പാറയിൽ വന്ന് ഇടിക്കുന്ന കല്ലിൽ നിന്നും വളരെ മനോഹരമായ തിളങ്ങുന്ന മുത്തുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന അയാൾ നോക്കി നിൽക്കും.
ഇതാണ് കഥ എന്ന് പറഞ്ഞാൽ. ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വേണ്ടതാണ്, നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്തതാണ് ലക്ഷ്യം. നമ്മൾ ഒരു ശ്രമം നഷ്ടപ്പെട്ടു എന്ന് കരുതി, ഒരു ശ്രമം പരാജയപ്പെട്ടു എന്ന് കരുതി നമ്മൾ എന്താക്കാൻ പാടില്ല, നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. കാരണം നമ്മൾ നേരത്തെ പരാജയപ്പെട്ടത് എന്തിനായിരിക്കും? അടുത്ത തവണ കൂടുതൽ എളുപ്പമാവാൻ വേണ്ടിയായിരിക്കും, അല്ലേ? നമ്മൾ 5 വർഷം കൊണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇരുമ്പൊക്കെ ഉരുക്കുമല്ലോ, ഇരുമ്പ് ഉരുക്കുന്നത് 15ഉം 25ഉം ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ കൊണ്ടാണ് ഇരുമ്പ് ഉരുകി വരിക. അപ്പോൾ അവസാനത്തെ ആ മിനിറ്റിലാണല്ലോ ഇരുമ്പ് ഉരുക്കിയത്. അപ്പോൾ അതുവരെ ഉരുക്കിയതോ? അതുവരെ ആ തീയിലിട്ട് ചൂളയിലിട്ട് ചുട്ടത് കൊണ്ടാണ് ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് ഉരുകിയത്. അതിന് നമുക്ക് മടിയായിരുന്നെങ്കിലോ എന്താവൂല, തീ ഈ ഇരുമ്പ് പഴുക്കൂല, അതിനെ ഒന്നും കാട്ടാൻ കഴിയൂല എന്നതുപോലെയാണ് നമ്മളെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോട്ടെ, അത് സിലബസിന്റെ പുറത്തുള്ളതാണ്. ഏതായാലും മൻറാമദുറൻ ലിസഫീനത്തി യർകബു വയഗൂസു ബഹറൻ സുമ്മ ദുറൻ ഹുസ്സലാ, ആരെങ്കിലും മുത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ കപ്പലിൽ കയറണം, കടലിൽ മുങ്ങണം, എന്നിട്ട് മുത്തിനെ കോരി വാരിയെടുക്കണം. വക്കത ത്വരീഖത്തു, അപ്രകാരമാണ് ത്വരീഖത്ത്. അതുപോലെ തന്നെ വൽ ഹഖീഖത്തു ഹഖീഖത്തും യാ അഖി, എൻ്റെ പൊന്നു സഹോദര, മിൻ ഗൈരി ഫിഅലി ശരീഅത്തിൻ, ശരീഅത്ത് ഒന്നും ചെയ്യാതെ, ലൻ തഹ്സുലാ, നിങ്ങൾക്കതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു മാത്രമാണ് മനസ്സിൽ ഉള്ളത്, അള്ളാഹു മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സ് പാകപ്പെടണമെങ്കിൽ, നമ്മുടെ ശരീരം പാകപ്പെടണമെങ്കിൽ, നമ്മൾ ശരീഅത്തനുസരിച്ച് പൂർണ്ണമായും ജീവിക്കുകയും പിന്നീട് ത്വരീഖത്തിലേക്ക് നമ്മൾ പതിയെ പതിയെ എത്തുകയും സൂക്ഷ്മമായ ജീവിതത്തിൻ്റെ പരമാവധിയിൽ നമ്മൾ എത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താവുക, ഹഖീഖത്തിലേക്ക് എത്താം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം, അവര് ഒരു ദിവസം ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോണ്ട് ഒരു കള്ളൻ വീട്ടിൽ നിന്നും ഒരു ഗോതമ്പെടുത്ത് ഓടുന്നു. ഗോതമ്പെടുത്ത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഓടിയതാണ്. അപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടും. അപ്പോൾ കള്ളൻ വിചാരിച്ചു ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. കള്ളനും ഓടടാ ഓട്ടം. അപ്പോൾ കള്ളൻ ഫാസ്റ്റ് കൂട്ടുന്ന കണ്ടപ്പോൾ ഇമാം അബൂ ഹനീഫ പറഞ്ഞു, മോനെ, ഓടി എന്നെ തോൽപ്പിക്കരുത്. നിങ്ങളെടുത്ത ആ ഗോതമ്പ് വളരെ മോശം ഗോതമ്പാണ്. എൻ്റെ വീട്ടിൽ നല്ല മുന്തിയ ഇനം ഗോതമ്പുണ്ട്, നിങ്ങൾ അതെടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കള്ളൻ അവിടെ സ്റ്റോപ്പാവും. കള്ളൻ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിൽക്കും. എന്നിട്ട് തിരിച്ചു വരും, ഇമാം അബൂ ഹനീഫയുടെ കൂടെ നല്ല മുഅ്മിനായി, നല്ല വിശ്വാസിയായി ജീവിക്കും. അപ്പം അത്രമേൽ ലോകത്തെ സ്നേഹിക്കാനും അത്ര ആളുകളോട് കരുണയോടുകൂടെ പെരുമാറാനും ഒരാളെയും ആക്ഷേപിക്കാതെയും അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിൽ എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ ഹഖീഖത്ത് എത്തിയവർക്ക് ഉണ്ടാവുക. അതുകൊണ്ടല്ലേ ഇമാം ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു എന്താവശ്യമാണ് ഒരു നായയെ എടുത്ത് പന്തൽ കെട്ടി 40 ദിവസം അതിന് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൊണ്ട് ചികിത്സിക്കേണ്ട എന്താവശ്യമാണ് ഷെയ്ഖ് റിഫായിക്ക് ഉണ്ടായിരുന്നത്? അത് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടി വേദനിച്ച് കിടക്കുന്നതിന് ഞാൻ ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ഒരു ബോധമാണത്. ആ ബോധത്തെയാണ് ശരിക്കും എന്തെന്ന് പറയണത്, അള്ളാഹു എന്ന ഒരു വിചാരം മാത്രമേ മനസ്സിലുള്ളൂ എന്ന് വരുന്നത്. ബഹുമാനപ്പെട്ട ഖലീഫമാരുടെ ചരിത്രത്തിലൊക്കെ അങ്ങനെ കാണാൻ പറ്റുമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു വേഷം മാറി എന്തിനാ രാത്രി സഞ്ചരിക്കുന്നത്? വേഷം മാറി സഞ്ചരിക്കാനൊക്കെ പടച്ചോൻ പറഞ്ഞാണോ? ഇല്ല. പിന്നെ അണികളുടെ, പ്രജകളുടെ, സമൂഹത്തിന്റെ കണ്ണിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ അതിന് ഉത്തരവാദിയാവുമെന്ന ഒരു പേടിയാണ്. അപ്പം ആ രീതിയിൽ അള്ളാഹുവിനെ പേടിക്കുകയും ആ രീതിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാളെ ഹഖീഖത്തിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഹഖീഖത്ത് എന്ന് പറയുന്നത് 4 മോതിരം കൊണ്ട് ആവൂല എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇന്ന ത്വരീഖത്ത വൽ ഹഖീഖത്ത ഖിലാഹുമാ മുതവഖിഫുൻ അല ശരീഅത്തി ഫലാ യസ്തഖിമാനി വലാ യഹ്സിനാനി ഇല്ലാ ബിഹിമാ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്
أن من صار وليا ووصل إلى الحقيقة سقطت عنه الشريعة فهو ضال مضل ملحد. അതുകൊണ്ട് എങ്ങനെ ഒരാൾ വലിയാവുകയും അയാൾ അള്ളാഹുവിൽ ലയിച്ച് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ശരീഅത്ത് അവർക്ക് ബാധകമല്ല. ബാധകമല്ല. അയാൾ ഒരു പ്രാന്തനെ പോലെ ചിലപ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. വലം തസ്കുത്തിൽ ഇബാദാത്തു അനിൽ അംബിയാഇ ഫളൻ അനിൽ ഔലിയാ. അല്ല, അങ്ങനല്ല കേട്ടോ, മാറിപ്പോയേ. അങ്ങനെ ഒരു വാദം ചില ആളുകൾക്കുണ്ട്. ഒരാളിൽ എന്തായി കഴിഞ്ഞാൽ, വലിയായി കഴിഞ്ഞാൽ ആ വലിയ എന്താവണം, അയാൾ ഇങ്ങനെ പ്രാന്തനായി നടക്കണം എന്ന്. അങ്ങനെ പ്രാന്തനായി നടക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരാളെങ്കിലും പറഞ്ഞാൽ അയാൾ മുളില്ലാണ്, അയാൾ വഴിപിഴച്ചവനാണ് എന്നതാണ്. അതേസമയം ഇങ്ങനെ ഹഖീഖത്തിലേക്ക് എത്തിപ്പെട്ട ആളുകൾക്ക് ചിലപ്പം ബുദ്ധി ഭ്രമിച്ചു പോകും, മതിഭ്രമം സംഭവിക്കും. അവർക്ക് യഥാർത്ഥത്തിലുള്ള ബുദ്ധി പിന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾ പലതും കാട്ടിക്കൂട്ടും. അത് ബാക്കിയുള്ള ആളുകൾക്ക് തെളിവല്ല. കാരണം എന്താ? വലം തസ്കുത്തിൽ ഇബാദാത്തു അനിൽ അംബിയ. അംബിയാക്കളാണ് ഏറ്റവും വലിയ ഔലിയാക്കൾ. അള്ളാഹുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ആൾക്കാരാണല്ലോ അംബിയാക്കൾ. അത് കഴിഞ്ഞിട്ട് ഔലിയാക്കൾ, അങ്ങനെയാണല്ലോ അല്ലേ സ്വഹാബത്ത്. ആ നിലക്ക് അംബിയാക്കൾ നിസ്കരിച്ചിട്ടുണ്ടല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവേറുവോളം, കാലിൽ നീര് വരുവോളം നിസ്കരിച്ചില്ലേ? ആയിഷ ബീവി ചോദിച്ചില്ലേ, എന്തിനാണ് നബി അങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത്? അപ്പൊ ആയിഷ ബീവിനോട് നബി തങ്ങൾ പറഞ്ഞു, അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമ ആവണ്ടേ ആയിഷ എന്നാണ് പറഞ്ഞത്. അല്ലേ? നോമ്പെടുത്തല്ലോ, ഹജ്ജ് ചെയ്തല്ലോ. അപ്പൊ പിന്നെ അള്ളാഹു ബഹുമാനിച്ച, അള്ളാഹു ആദരിച്ച, അള്ളാഹു ഹിക്മത്തും ഇൽമും മതിയോളം കൊടുത്ത, റിസാലത്ത് കൊടുത്ത, നുബുവത്ത് കൊടുത്ത അമ്പിയാക്കൾക്ക് നിസ്കാരം ഒഴിവില്ല എന്ന് വരുമ്പം എങ്ങനെയാണ് ബുദ്ധിയുള്ള, മദ്യഭ്രമം സംഭവിക്കാത്ത ഒരു വലിയ എങ്ങനെയാണ് ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് പറയണത്? ഷെയ്ഖ് മുഹീദ്ദീൻ റളിയല്ലാഹു ചരിത്രത്തിൽ കാണാം, ഷെയ്ഖ് മുഹീദ്ദീൻ റളിയല്ലാഹു സ്വപ്നത്തിൽ എന്താവും? സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണമായിട്ട് വരും, അല്ലേ? സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണമായിട്ട് വരും. ഇനി നിങ്ങൾക്ക് എന്താവാം? ഇത് കുടിക്കാം, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രമേൽ മഹോന്നതമായ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന്. നമ്മളാണെങ്കിൽ അപ്പം പോയി കുടിച്ചിട്ടുണ്ടാവും, അല്ലേ? ഷെയ്ഖ് മുഹീദ്ദീൻ 10-15 കൊല്ലം ദർസ് ഓതി പഠിച്ച മനുഷ്യനായതുകൊണ്ട് ഷെയ്ഖ് മുഹീദ്ദീൻ പറയും, അൻത ഷൈത്താൻ, നീ ഷെയ്ത്താനാണെന്ന് പറയും. സംഗതി ശരിയാണ്, ഷെയ്ത്താനാണ്. എന്താ? സ്വർണ്ണപാത്രത്തിൽ തിന്നൽ ഹറാമാണ്, അത് ആരായാലും ഹറാം തന്നെയാണ്. അപ്പൊ ആ നിലക്ക് പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഗതി കൂടിയാണിത്. നോക്കൂ, ഫലഖദ് സ്വഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഹത്താ തതവർറമ ഖദമാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാല് രണ്ടും നീര് വന്ന് വീർക്കുവോളം നബി തങ്ങൾ നിസ്കരിച്ചിരുന്നു. ഫഖീല ലഹു മറത്തൻ അലം യഗ്ഫിരില്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക. അപ്പോ ഫഖാല അഫല അകൂന അബ്ദൻ ഷകൂറ وذلك لأن العبادة وجوبها لحق العبودية ولحق شكر النعمة والولي بالولاية لا يخرج عن حد العبودية. അടിമ ഈ ഇബാദത്ത് ചെയ്യുന്നത്, ആരാധന ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന നിലക്കാണ്. ആ അടിമത്വം എന്താവൂല? വലിയായതുകൊണ്ട് മാറുകയില്ല. പിന്നെ അത് കൂടെ വേണ്ടേ, അല്ലേ? അപ്പൊ പിന്നെ സ്വർഗം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ നിസ്കരിക്കും, നരകം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ നിസ്കരിക്കും, അല്ലേ? അപ്പം സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മൾ ആരാധിക്കരുത്, അതേസമയം നരകം കിട്ടാതിരിക്കാൻ വേണ്ടിയും ആരാധിക്കരുത് എന്ന രീതിയിലേക്ക് ഒരാളുടെ മനസ്സ് മാറും. ആ നിലക്കാണ് ഏത് വരിക? ഹഖീഖത്ത് എന്ന ഒരവസ്ഥ വരിക. നമുക്ക് അള്ളാഹു ശരീഅത്തനുസരിച്ച് നന്നായിട്ട് ജീവിക്കാനും ത്വരീഖത്തിലേക്കെങ്കിലും എത്താനും ഹഖീഖത്തിൻ്റെ അവസാനമായ അള്ളാഹുവിനെ കാണുക എന്നുള്ള വലിയ ഒരു പദവി നമുക്ക് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.